ഗുഡ് ഈവനിങ് സർ. എൻ്റെ പേര് അപർണ എ. ഞാൻ DB കോളേജിലെ സെക്കൻഡ് ഇയർ MSc ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ചോദ്യം, നമ്മളിപ്പോൾ ഏറ്റവും അഭിമാനം കൊള്ളുന്ന മിഷൻ നമ്മുടെ ഗഗൻയാൻ മിഷനാണ്. അതിൽ നമ്മൾ 4 IAF ഓഫീസേഴ്സിനെയാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട് ISRO ടീം IAF ഓഫീസേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു റാദർ ദാൻ നമ്മുടെ കോമൺ പീപ്പിളിനെ കാട്ടിൽ? ഗഗൻയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനെ കൊണ്ടുപോകാനുള്ള പദ്ധതിയാണ്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് നമുക്ക് ആസ്ട്രോണോട്ട്സ് ഉണ്ടോ ഇന്ത്യയിൽ? ഒരാളുണ്ടായിരുന്നു, അറിയാമോ പേര്? രാകേഷ് ശർമ്മ. അദ്ദേഹം റഷ്യയിലാണ്, അദ്ദേഹം റഷ്യൻ വാഹനത്തിലാണ് യാത്ര ചെയ്തത്. അതുപോലെ നമ്മൾ സ്പേസ് ഷട്ടിൽ ഒരിക്കൽ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തെങ്കിലും അത് നടന്നില്ല. അപ്പോൾ നമുക്ക് ഇതുവരെ ആസ്ട്രോനോട്ട്സിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തമായിട്ട്. പക്ഷേ ഈ റോക്കറ്റ് വിക്ഷേപണം എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അതിനകത്ത് ഇരിക്കുക എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് പറ്റുന്നൊരു കാര്യമല്ല. നിങ്ങളുടെ റോക്കറ്റ് മുകളിലേക്ക് വിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ഭാരം, ഇപ്പം നിങ്ങൾക്ക് ഒരു 80 കിലോ ഭാരമുണ്ടെന്ന് വിചാരിച്ചു. റോക്കറ്റ് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ ഭാരം 4 ഇരട്ടിയാവും. എത്ര വരും? അപ്പോൾ എത്ര കിലോ വരും? നിങ്ങളെ പോലെയുള്ള 3 ആളും കൂടെ നേരെ മുകളിൽ വന്ന് കിടക്കുന്ന പോലെ വിചാരിച്ചോളൂ. നിങ്ങൾ നിലത്ത് കിടക്കുമ്പോൾ ഒരു 3 ആളും കൂടെ അതിൻ്റെ മുകളിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? നല്ല സുഖമായിരിക്കും അല്ലേ? അത്രയും ഭാരം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അനുഭവപ്പെടുന്ന പോലെ തോന്നും. മുഖമെല്ലാം അകത്തേക്ക് വളഞ്ഞു പോകും. ശ്വാസം വലിക്കാൻ നെഞ്ച് വികസിക്കില്ല. അതുപോലെ തലച്ചോറിലേക്കൊക്കെയുള്ള രക്തസ്രാവം അഫക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെപ്പോലെ ഒരാൾ റോക്കറ്റിനുള്ളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബോധം കെട്ടുപോകും. അത് ബോധം തിരിച്ചു വരാനായിട്ടുള്ള പ്രശ്നം വേറെ. രണ്ടാമത്തത്, ഈ സ്ഥലജല ഭ്രമം എന്ന് പറയുന്ന പോലെ ഒരു സ്വഭാവമുണ്ട് മനുഷ്യന്. നമ്മളെ വണ്ടികളൊക്കെ വളരെ പെട്ടെന്ന് തിരികുകയും മറിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതാണ് മുകളിൽ ഏതാണ് താഴെ എന്നുള്ള ആ സ്വഭാവങ്ങളൊക്കെ നമുക്ക് ഇല്ലാതായി പോകും. ഇതെല്ലാം ട്രെയിൻ ചെയ്യപ്പെടണം. ഇതിനെല്ലാം കഴിവുള്ള ആളുകളെ മാത്രമേ ഇത്തരം വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. യുദ്ധവിമാനങ്ങൾ പറക്കണം കണ്ടിട്ടില്ലേ? അത് നേരെ പറന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആവും, നേരെ തലകുത്തനെ മറിയും, വീണ്ടും അതുപോലെ ആവും. ആകാശത്ത് പറക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഹൊറൈസൺ കാണണം. ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ കരയും ആകാശവും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ലൈനുണ്ട് ദൂരെ. ഇത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളിപ്പോൾ മുകളിലേക്കാണോ പറക്കുന്നത് താഴോട്ടാണോ പറക്കുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാതായി പോകും. അപ്പോൾ ഇത്തരം ഭ്രമങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും അത് സൈക്കോളജിക്കലും ഫിസിയോളജിക്കലും ഒക്കെ ആയിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പൈലറ്റുകൾ പോലും അല്ല ഞങ്ങൾ എടുത്തിരിക്കുന്ന ആളുകൾ. അവരെല്ലാം പൈലറ്റുകളുടെ ഗുരുക്കന്മാരാണ്, ടെസ്റ്റ് പൈലറ്റുകളാണ്. അതായത് പൈലറ്റുകളെ പരിശീലിപ്പിക്കുന്ന പൈലറ്റുകളാണ്. അത്തരം ആളുകൾക്ക് മാത്രമേ ഒരു പുതിയ വാഹനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അതിനനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഗഗൻയാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണ്ട ആളുകൾ അതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നവരല്ല. ഇപ്പം നിങ്ങളൊരു കാറ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കാറ് ഡിസൈൻ ചെയ്യുന്നവരാണോ കാറ് വാങ്ങിക്കുന്നത്? അല്ലല്ലോ. കാറ് ഡിസൈൻ ചെയ്ത ആരോ ആണ്. നമ്മളാണ് കടയിൽ പോയി കാശ് കൊടുത്തൊരു താക്കോൽ വാങ്ങിച്ച് ഡ്രൈവ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. കാർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കാരണം കാറ് പണ്ടേ ഉണ്ട്. പക്ഷേ ഗഗൻയാൻ്റെ കഥ ഇതല്ല. അവർ യാത്ര ചെയ്യാൻ പോകുന്ന വാഹനം ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇനി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കണം, എന്തൊക്കെ അതിനകത്ത് സൗകര്യങ്ങൾ വേണം, എങ്ങനെയായിരിക്കണം അതിൻ്റെ ഡിസ്പ്ലേ പാനൽ, എന്തെല്ലാം ഓപ്പറേഷനുകൾ ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒപ്പമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം അറിവ് നമ്മളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്ത ഈ 4 പൈലറ്റുകളെ സെലക്ട് ചെയ്തിട്ട് അവരെ റഷ്യയിൽ ട്രെയിനിങ്ങിന് വിട്ടു. ഏകദേശം 1 വർഷത്തോളം അവർ ട്രെയിൻ ചെയ്യപ്പെട്ടു. ഇനിയിപ്പോൾ അമേരിക്കയിൽ പോവും. അപ്പോൾ അവിടെയുള്ള യാത്രാ വാഹനങ്ങളും ട്രെയിനിങ്ങും എല്ലാം അവർ കണ്ട് പരിചയപ്പെട്ട് നമ്മളോട് വന്ന് പറയും ഇങ്ങനെയാണ് അവിടെയൊക്കെ ചെയ്യുന്നത്. ഇതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല നമുക്കറിയില്ല. ഇതൊന്നും ടെക്നോളജി ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇത്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആളുകളെ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി ഈ ഗഗൻയാൻ കുറച്ചു കാലം മുന്നോട്ട് പോയ ശേഷം നമ്മളൊരു തുടർച്ചയായിട്ട് മനുഷ്യനെ കടത്തി വിടുന്ന യാത്ര ചെയ്യിപ്പിക്കാൻ കഴിയുന്ന കഴിവ് വരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കും എല്ലാം ചാൻസ് കിട്ടും. ഓക്കെ, അന്ന് നമുക്ക് ഇത്രയും കഴിവുള്ള ആളുകളെ ആവശ്യമുണ്ടാവില്ല. നമുക്ക് കുറച്ച് ട്രെയിനിങ് കൊടുത്തിട്ട് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുവരെ നമുക്ക് എയർഫോഴ്സ് പൈലറ്റുകളെ മാത്രമേ ഇതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ.